ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫ്ലാറ്റ് റൂഫ് ആൻഡ് സൺഷെയ്ഡ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് നോക്കാൻ പോകുന്നത്. വീടിൻ്റെ അല്ലെങ്കിൽ റൂഫിൻ്റെ കാലപ്പഴക്കമോ അതിൻ്റെ നിർമ്മാണ രീതിയിലുള്ള അപാകതയോ ഗുരുതരമായ ലീക്കുകൾക്കും ഇൻറ്റീരിയർ ഡാമേജുകൾക്കും കാരണമാകാം. നമ്മുടെ മേൽക്കൂരയിലുള്ള ചെറിയ ക്രാക്ക് പോലും നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം റൂഫിലൂടെ ഇറങ്ങുന്ന വെള്ളം കോൺക്രീറ്റിലേക്ക് ഇറങ്ങുകയും അതിനകത്തെ അയൺ ബാർ നനയാൻ കാരണമാവുകയും അത് നനയുന്നതിലൂടെ കാലക്രമേണ അയൺ ബാർ തുരുമ്പ് പിടിക്കാൻ കാരണമാവുകയും അതോടൊപ്പം നമ്മുടെ മേൽക്കൂരയുടെ അവസ്ഥ വളരെ മോശമാവുകയും ചെയ്യും. മേൽക്കൂരയിലുള്ള വാട്ടർ ടാങ്കിലെ പൈപ്പുകൾ കണക്ട് ചെയ്ത സ്ഥലത്ത് വെള്ളം കെട്ടിനിന്ന് അവിടെ ഈർപ്പവും വിള്ളലും വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ക്രാക്കിലൂടെയും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കോൺക്രീറ്റിലേക്ക് ഇറങ്ങാൻ കാരണമാകും. അതുപോലെ വാളും സ്ലോപ്പ് റൂഫും തമ്മിലുള്ള ഗ്യാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സീലന്റ് ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്. റൂഫിൽ കെട്ടി നിൽക്കുന്ന വെള്ളം സൺഷെയ്ഡിലൂടെ ഒഴുകി പോവാനുള്ള പൈപ്പ് വളരെ ചെറുതായിരുന്നു. റൂഫിൽ നിന്ന് വരുന്ന വെള്ളം സൺഷെയ്ഡിൽ നിന്ന് താഴേക്ക് പോവാനുള്ള പൈപ്പുകളുടെ എണ്ണവും വളരെ കുറവായിരുന്നു. വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ സർഫസ് പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് ക്ലീനാക്കി എടുക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത്. അതിനുശേഷം റൂഫിലുണ്ടായിരുന്ന പായലും പൂപ്പലുമെല്ലാം പ്രഷർ വാഷ് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട്. പ്രഷർ വാഷിങ്ങിന് ശേഷം സർഫസിലെ പൊള്ളച്ച പ്ലാസ്റ്റർ എല്ലാം നമ്മൾ ചിപ്പ് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ പ്ലാസ്റ്റർ ഇട്ട് പ്രോപ്പർ സ്ലോപ്പും സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് റൂഫിലും സൺഷെയ്ഡിലും പ്രോപ്പർ സ്ലോപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം റൂഫിൽ മഴ പെയ്യുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളം പോവാനുള്ള സൺഷെയ്ഡിലേക്കുള്ള പൈപ്പുകളെല്ലാം നമ്മൾ വലിയ പൈപ്പുകളാക്കി ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എണ്ണവും കൂട്ടുന്നുണ്ട്. അതേപോലെ സൺഷെയ്ഡിൽ നിന്ന് വെള്ളം താഴേക്ക് പോകുന്ന പൈപ്പുകൾ നേരെയുള്ളതായിരുന്നു. അത് നമ്മൾ സൺഷെയ്ഡിൽ നിന്ന് താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ പൈപ്പിന് ചുറ്റും നമ്മൾ ബോർ പാക്ക് ചെയ്യുന്നുണ്ട്. പൈപ്പിനും കോൺക്രീറ്റിനും ഇടയിലുള്ള വിടവ് ഇല്ലാതാക്കാനാണ് ബോർ പാക്ക് ചെയ്യുന്നത്. നോൺ ഷ്രിങ്ക് സിമന്റീഷ്യസ് ഗ്രൗട്ടാണ് ഇവിടെ ബോർ പാക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ്. വാട്ടർ പ്രൂഫ് കോട്ടിങ്ങിനായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇഫക്റ്റീവ് ക്രാക്ക് ബ്രിഡ്ജിംഗ് പ്രോപ്പർട്ടിയുള്ള ടെറസിലെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്യൂറബിൾ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ആണ്. പ്രോപ്പർ സർഫസ് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫസ്റ്റ് കോട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ ഒരു എഫക്റ്റീവ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ ആവാൻ, അതായത് നല്ല കവറേജ് കിട്ടാൻ അതിൻ്റെ കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിൽ കോട്ടിംഗ് അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ 4 മുതൽ 6 കോട്ട് വരെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലയൻറ്റിന് 10 വർഷം വരെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സർഫസിൻ്റെ പൊറോസിറ്റിക്ക് അനുസരിച്ചാണ് കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ സർഫസിൽ നിന്ന് 10 ഡിഗ്രി വരെ ചൂടിനെ ഇത് കുറയ്ക്കാൻ സഹായിക്കും. കോട്ടിങ്ങിനോടൊപ്പം നമ്മൾ സൺഷെയ്ഡിൻ്റെ എഡ്ജസിലുള്ള ക്രാക്കുകളെല്ലാം പ്രോപ്പറായിട്ട് ഫിൽ ചെയ്യുന്നുണ്ട്. ഫൈനൽ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സർഫസ് ഒന്നുകൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റഫ് എഡ്ജസ് എല്ലാം ഒന്നുകൂടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫൈനൽ കോട്ട് അതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അടുത്തതായി ഗ്ലാസ് റൂഫിന് വേണ്ടിയുള്ള സർഫസ് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്ലാസ് റൂഫിലെ സർഫസ് പ്രിപ്പറേഷനിൽ നമ്മൾ അവിടെയുള്ള പൊടിയും പെയിൻറ്റുമെല്ലാം ക്ലീൻ ചെയ്ത് റൂഫ് വാഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് റൂഫിന് താഴെ മുകളിലെ ക്രാക്കിലൂടെയും ഗ്ലാസ് റൂഫും വാളും തമ്മിലുള്ള ഗ്യാപ്പിലൂടെയും വെള്ളം ലീക്ക് ആവുകയും അത് താഴെ കെട്ടി നിന്ന് ലീക്ക് ഇഷ്യൂസ് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു.
റൂഫ് ഗ്ലാസ് റിമൂവ് ചെയ്ത് അതിൻ്റെ അകത്തെ വെള്ളം കെട്ടി നിന്നിരുന്നതെല്ലാം നമ്മൾ ക്ലീൻ ആക്കി ഉള്ളിലുണ്ടായിരുന്ന പൈപ്പിന് ചുറ്റും ബോർപാക്കും ചെയ്ത് ഗ്ലാസ് റൂഫ് തിരികെ വെക്കുന്നുണ്ട്. ഗ്ലാസ് റൂഫ് വയ്ക്കുമ്പോൾ റൂഫിനും വാളിനും ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ PU സീലന്റ് വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ AC യൂണിറ്റിന് താഴെ പ്രോപ്പറായിട്ട് സ്ലോപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ താഴെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രോപ്പർ സ്ലോപ്പ് കൊടുത്ത് കോട്ടിങ്ങും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൽ പ്രഷർ വാഷ് ചെയ്ത് ലീക്ക് ഉണ്ടായിരുന്ന ഭാഗത്തെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂഫിൽ ഗ്രില്ലിൽ പ്രോപ്പറായി സാൻഡ് ചെയ്ത് തുരുമ്പിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനാമൽ അപ്ലൈ ചെയ്തു വാട്ടർ പ്രൂഫിംഗ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഫ്ലാറ്റ് റൂഫിൻ്റെയും സൺഷെയ്ഡിൻ്റെയും എല്ലാ ഭാഗവും നമ്മൾ ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫ്ലാറ്റ് റൂഫിൽ സംഭവിക്കുന്ന സാഗിങ് എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് നല്ല രീതിയിൽ വാർത്ത സ്ലാബിനു തന്നെ, പ്രത്യേകിച്ച് അതിൻ്റെ തിക്നെസ് 4 ഇഞ്ചിൽ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാ കോൺക്രീറ്റ് സ്ലാബുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നടുഭാഗം ചെറുതായി താഴുകയോ അല്ലെങ്കിൽ ഉയരുകയോ ചെയ്യുന്നത്. നീളം കൂടിയ കോൺക്രീറ്റ് സ്ലാബുകൾക്കും പ്രത്യേകിച്ച് തിക്നെസ് കുറഞ്ഞ സ്ലാബുകൾക്കുമാണ് ഈ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നത്. സാധാരണയായി ടെറസിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതും വളരെ ഗുരുതരമായ പ്രശ്നം എന്തെന്നാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് റൂഫിലുള്ള വെള്ളം നേരിട്ട് അപ്പോൾ തന്നെ സൺഷെയ്ഡിലേക്ക് ഒഴുകി പോകുന്നില്ല. ആ വെള്ളം കുറച്ചു സമയം മേൽക്കൂരയിൽ തന്നെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പൈപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും പൈപ്പിൻ്റെ വലിപ്പം കൂട്ടുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ തടയാൻ പറ്റും. എന്നിരുന്നാൽ പോലും അതിശക്തമായ മഴയുണ്ടാകുമ്പോൾ നമ്മുടെ റൂഫ് ഒരു വാട്ടർ ടാങ്ക് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ റൂഫിൻ്റെ പ്ലാസ്റ്റർ കുതിരുകയും ചെറിയ രീതിയിൽ അത് വെള്ളം എടുക്കാൻ ചാൻസ് ഉണ്ടാവുകയും പ്രത്യേകിച്ച് പഴയ സ്ലാബോ സ്ലോപ്പ് കുറഞ്ഞതോ ആയ സ്ലാബുകളോ അതുപോലെ തന്നെ നിർമ്മാണ സമയത്ത് ഉണ്ടായിരുന്ന അപാകത കൊണ്ടും മെറ്റീരിയലിൻ്റെ അപാകത കൊണ്ടും വീക്കായ സ്ട്രക്ചറിൽ വെള്ളം അകത്തേക്ക് കടത്താൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രശ്നമാണ് മാറി മാറി വരുന്ന കാലാവസ്ഥ. ഇത് നമ്മുടെ റൂഫിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഭൂമി കുലുക്കം വരെ നമ്മുടെ റൂഫിൽ ക്രാക്കുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അൾട്രാ വയലറ്റ് റേസിൻ്റെ കാഠിന്യം കൊണ്ടുണ്ടാവുന്ന ക്രാക്സുകളും അതുപോലെ പ്ലാസ്റ്ററിൻ്റെ സർഫസ് കുറേ നാൾ സർഫസിൽ എക്സ്പോസ്ഡ് ആയി നിൽക്കുമ്പോൾ അവിടെ വരുന്ന ക്രാക്സ് ഇഷ്യൂസും ഉണ്ട്. പിന്നെ പ്ലാസ്റ്ററിന് നല്ല രീതിയിൽ സ്ലോപ്പ് ഇല്ലാതെ വരുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിന്ന് ഉണ്ടാകുന്ന ക്രാക്ക് ഇഷ്യൂസ്. കാലപ്പഴക്കം കൊണ്ടും ചില പ്ലാസ്റ്റർ പൊട്ടുകയും അങ്ങനെ ആ പ്ലാസ്റ്റർ ഡാമേജ് ആയിട്ട് അവിടെ കുഴിയാവുകയും അതിലൂടെ വെള്ളം ഇറങ്ങി ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റൂഫിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വാട്ടർ പ്രൂഫ് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് നമുക്ക് നിർമ്മാണ സമയത്ത് തന്നെ, അതായത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കോൺക്രീറ്റിനോടൊപ്പം നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം. അവിടെ നമുക്ക് 10 മുതൽ 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള പല കമ്പനികളുടെ പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ കൺസീൽഡ് വാട്ടർ പ്രൂഫിംഗ് എന്നാണ് പറയുക. രണ്ടാമത്തെ സ്റ്റേജാണ് നിർമ്മാണ സമയത്ത് തന്നെ പ്ലാസ്റ്ററിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എക്സ്പോസ്ഡ് വാട്ടർ പ്രൂഫിംഗ് എന്നാണ് പറയുക. അവിടെ സ്ക്വയർ ഫീറ്റിന് 20 രൂപ മുതൽ 120 രൂപ വരെ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേജാണ് കാലപ്പഴക്കമായി റൂഫിൽ ഇഷ്യൂസ് വന്നതിന് ശേഷം ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ്. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള റൂഫ് വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ലീക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ വെള്ളം കെട്ടി നിർത്തുകയും ലീക്ക് ഇഷ്യൂസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് വാട്ടർ പ്രൂഫ് നമുക്ക് ചെയ്യാൻ പറ്റുക. അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ക്രാക്കുകളോ എന്തെങ്കിലും ഡാമേജോ സ്ലോപ്പ് ഇഷ്യൂസോ ഡ്രെയിനേജ് പൈപ്പിൻ്റെ ഇഷ്യൂസോ ഡ്രെയിനേജ് പൈപ്പിൻ്റെ കുറവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇതെല്ലാം പ്രോപ്പറായിട്ട് ശരിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
അതുകൊണ്ടാണ് നിർമ്മാണ സമയത്ത് തന്നെ ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ്ങിനേലും നിർമ്മാണം കഴിഞ്ഞ് ഉടൻ ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ്ങിനേലും ഏകദേശം ഇരട്ടിയോളം കോസ്റ്റ് കാലപ്പഴക്കം വന്നതോ ലീക്ക് വന്നതോ ആയ റൂഫിൽ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. അതുകൊണ്ട് റൂഫ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഉടനെയോ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. റൂഫ് വാട്ടർ പ്രൂഫിങ്ങിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് 2 ടൈപ്സ് ആണ് ഉള്ളത്. ലിക്വിഡ് അപ്ലൈഡ് മെംബ്രെയിൻസും ഷീറ്റ് മെംബ്രെയിൻസും. ഇതിൽ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതും കൺസീൽഡ് ആയിട്ടുള്ളതുമുണ്ട്.